ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം BRFൻ്റെ പോർഷൻ തന്നിട്ട് പിന്നെ ഇത്രയും ഗ്യാപ്പ് ഇടാനായിട്ടുള്ളൊരു കാണണമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് ഓൺലൈനായിട്ട് എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് ഇട്ടത്. എന്നാലിപ്പോൾ നമുക്ക് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് പ്രോബ്ലം പേപ്പർ നമ്മൾ എടുത്ത് പോവുകയാണ്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് മൊഡ്യൂള് ബ്രാഞ്ച് അക്കൗണ്ട്സ് ആണ്. ബ്രാഞ്ച് അക്കൗണ്ട്സിൻ്റെ അകത്ത് നമുക്കൊരു 4 മെത്തേഡ് പഠിക്കാനായിട്ടുണ്ട്. ഡെപ്റ്റർ സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം എന്നും പറഞ്ഞിട്ട് അതിൽ ആദ്യത്തെ ഒരു മെത്തേഡ് ഡെപ്റ്റർ സിസ്റ്റം വരെയാണ് ഇപ്പം നിങ്ങളെ പഠിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇല്ലസ്ട്രേഷന് നമ്മൾ പഠിച്ചു, പ്രോബ്ലം നിങ്ങൾ ചെയ്തതാണ്. അതിൻ്റെ അകത്ത് ഇല്ലസ്ട്രേഷൻ നമ്പർ 7 വരെയാണ് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. പ്രാക്ടിക്കൽ പ്രോബ്ലം 9ാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ ചെയ്തതാണ്. അപ്പം നിങ്ങളിനി ചെയ്യേണ്ടത് ഇല്ലസ്ട്രേഷൻ നമ്പർ 8 നിങ്ങൾ തന്നെ നോക്കണം. അതായത് ഇല്ലസ്ട്രേഷൻ നമ്പർ 7 ഒന്നുകൂടെ നിങ്ങൾ വായിച്ച് നോക്കണം, ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക. അതിൻ്റെ സെയിം മോഡലിലുള്ളതാണ് ഇല്ലസ്ട്രേഷൻ നമ്പർ 8 എന്ന് പറയുന്നത്. അത് നിങ്ങൾ തന്നെ നോക്കുക. എന്നിട്ട് പ്രാക്ടിക്കൽ പ്രോബ്ലം 9 വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. 10ഉം 12ഉം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരണം. ഞാനത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ റിപ്ലൈ തന്നേക്കാം. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ഡൗട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ദെൻ ഇപ്പം നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോവാണ്. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പഠിച്ചത് ഡെപ്റ്റർ സിസ്റ്റമാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റമാണ്. പേജ് നമ്പർ 2.21 കിടപ്പുണ്ട് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം. അപ്പോൾ ഈ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിയറി പോർഷനാണ് കുറച്ച് ആദ്യമേ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഈ തിയറി പോർഷനകത്ത് പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് പ്രൈസിൽ ഗുഡ്സ് റിസീവ് ചെയ്യും, അതേ ഇൻവോയ്സ് പ്രൈസിൽ തന്നെ ഗുഡ്സ് പുറത്തേക്ക് വിൽക്കുകയും ചെയ്യുന്ന ബ്രാഞ്ചുകൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഹെഡ് ഓഫീസാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ് ഓഫീസിനെ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. ഓരോ ബ്രാഞ്ചിലും എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഹെഡ് ഓഫീസിനെ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച ഡെപ്റ്റർ സിസ്റ്റത്തിലാകെ ഒരു അക്കൗണ്ടേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ബ്രാഞ്ച് അക്കൗണ്ടെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് ബ്രാഞ്ച് അക്കൗണ്ടിന് പകരമായിട്ട് കുറേ അധികം അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രാഞ്ചിലെ ആ ഒരു സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ദ ട്രാൻസാക്ഷൻ വിച്ച് ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ ബ്രാഞ്ച് സ്റ്റോക്ക് ആർ ഡെബിറ്റഡ്. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് ബ്രാഞ്ചിലെ സ്റ്റോക്കിനെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ആൻഡ് ഓൾ ഐറ്റംസ് വിച്ച് റെഡ്യൂസ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ആർ ക്രെഡിറ്റഡ് ഓൺ ഇറ്റ്. ബ്രാഞ്ചിലെ സ്റ്റോക്കിനെ റെഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. സ്റ്റോക്കിനെ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റോക്ക് വരുന്നതാവാം, നമ്മൾ പുറത്തേക്ക് കൊടുത്തത് റിട്ടേൺ ചെയ്യുന്നതാവാം, വേറെ ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലേക്ക് വരുന്നതാവാം. അതായത് നമ്മുടെ ബ്രാഞ്ചിലിരിക്കുന്ന സ്റ്റോക്കിനെ ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഡെബിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ക്രെഡിറ്റ് സൈഡിലും കാണിക്കുക. ഐറ്റംസ് ഏതൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കാം. തേർഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ലെങ്കിൽ എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് എല്ലാ ഐറ്റംസും തന്നു, ക്ലോസിംഗ് സ്റ്റോക്കും തന്നു, എന്നിട്ടും രണ്ട് സൈഡും തമ്മിൽ ഡിഫറൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിനെ സർപ്ലസ് എന്നും ക്രെഡിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിനെ സ്പോയിലേജ് എന്നും നമ്മൾ വിളിക്കും. അപ്പം ഓർക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്കും ബാക്കി എല്ലാ ഐറ്റംസും തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത്
സർപ്ലസും ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് സ്പോയിലേജുമാണ്. പിന്നെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് താഴെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻവോയ്സ് പ്രൈസിലാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ബാലൻസ് ആയിട്ട് ബ്രാഞ്ചിലെ ആഴ്ചയിൽ സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് അക്കൗണ്ടാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നിങ്ങൾ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിലും പ്രിപ്പയർ ചെയ്തതാണ്. അതിൻ്റെ സെയിം മോഡൽ തന്നെയാണ് ഈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഡിസ്കൗണ്ട് അലൗഡും ബാഡ് ഡെപ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലല്ല. അതാണ് ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. തേർഡ് അക്കൗണ്ടാണ് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്ന ബ്രാഞ്ചിൽ വരുന്ന എല്ലാ എക്സ്പെൻസസുമാണ് നമ്മൾ കാണിക്കുന്നത്. അത് നമ്മൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അലവൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റ്, ഡിപ്രീസിയേഷൻ അങ്ങനെ വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എന്നിട്ട് ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എത്രയാണോ ആ ടോട്ടൽ എടുത്തിട്ട് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാത്രമേ എക്സ്പെൻസ് നമ്മൾ എഴുതുള്ളൂ. ക്രെഡിറ്റ് സൈഡിൽ എഴുതാൻ വേറെ ഐറ്റംസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഈ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ എടുത്തിട്ട് ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത നാലാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ്, ഒരു ബ്രാഞ്ചിലുണ്ടാകുന്ന ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഡെപ്റ്റർ സിസ്റ്റത്തിൽ പഠിച്ചൊരു സംഭവം ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്നും പറഞ്ഞിട്ട് അതിനെ കാണിക്കുമായിരുന്നു. അതല്ലാതെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിസീവ്ഡ് ബൈ ബ്രാഞ്ച്, ഇതിൻ്റെ അകത്തെല്ലാം വരുന്ന പ്രോഫിറ്റിനെ ലോഡിംഗ് ആയിട്ട് കാണിക്കുമായിരുന്നു. അപ്പോൾ ഈ ലോഡിംഗ് ആയിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നല്ല, സ്റ്റോക്ക് റിസർവായിട്ട് കാണിച്ചുകൊണ്ടിരുന്നല്ല, അതിൻ്റെ മേലുള്ള പ്രോഫിറ്റാണ്. ഈ പ്രോഫിറ്റ് എല്ലാം കൂടെ എടുത്തെഴുതിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്ന സ്റ്റോക്ക് റിസർവ്, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മേലുള്ള സ്റ്റോക്ക് റിസർവ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ മേലുള്ള ലോഡിങ്, പിന്നെ സർപ്ലസ് ഇൻ സ്റ്റോക്കിൻ്റെ മേലുള്ള ലോഡിങ് ഒക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് ഷോർട്ടേജ് ഇൻ സ്റ്റോക്കിൻ്റെ മേലുള്ള ലോഡിങ്, സ്പോയിലേജ്, പിൽഫറേജ്, തെഫ്റ്റ്, ലോസ് ബൈ ഫയർ. ഈ സ്പോയിലേജ്, പിൽഫറേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷണം പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സ്പോയിലേജ്, തെഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ വരുന്ന ലോഡിങ്ങാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. തീ പിടിച്ച് നഷ്ടപ്പെട്ടു പോവോ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നതിൻ്റെ കാണിക്കും. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മേലുള്ള സ്റ്റോക്ക് റിസർവ്, ഈ പറഞ്ഞ ഐറ്റംസൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. എന്നിട്ട് ഈ അക്കൗണ്ട് പ്രിപ്പയർ അതായത് ഡെബിറ്റും ക്രെഡിറ്റും എല്ലാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഫോർമാറ്റ് തന്നെ ടെക്സ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. ഐറ്റംസ് എല്ലാം വായിച്ച് നോക്കാം. ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റംസും ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റംസും വായിച്ച് നോക്കണം. ഇനി അഞ്ചാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്ന ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ബ്രാഞ്ചിലുള്ള നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ എന്തെങ്കിലും കോസ്റ്റ് ഓഫ് സർപ്ലസ് ഇൻ സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് കാണിക്കും. പിന്നെ ബ്രാഞ്ച് എക്സ്പെൻസസ്, കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക്, പിൽഫറേജ്, തെഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റായിട്ടും, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അത് നെറ്റ് ലോസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. അതിൻ്റെയും ഫോർമാറ്റ് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോർമാറ്റ് വായിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് കിട്ടും. പിന്നെ അടുത്ത 6th വണ്ണാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ സിസ്റ്റത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താണ്. സെയിം സാധനം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതിൻ്റെ അകത്ത് ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ലോഡിങ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ മേലുള്ള ലോഡിങ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. അത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് അത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 7th വൺ ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്.
ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബ്രാഞ്ചിലെ ക്യാഷിൻ്റെ മേലൊരു കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സാധാരണ വലിയ വലിയ ബ്രാഞ്ചുകളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഈ ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ട്, എത്ര ക്യാഷ് ഹെഡ് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൂടാതെ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങോട്ട് വന്ന ക്യാഷെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന ബ്രാഞ്ചിൽ എത്ര എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്, എത്ര ഹെഡ് ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയത്, അതായത് ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് പോയതെല്ലാം ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് ഈ അക്കൗണ്ട് എന്തെങ്കിലും ഡിഫറൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലോസിങ് ക്യാഷായിട്ട് കണക്കാക്കും. പിന്നെ അടുത്ത 8th വൺ എന്ന് വരുന്ന ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്ന അസറ്റിൻ്റെ ഓപ്പണിംഗ് വാല്യൂ കാണിക്കും. പിന്നെ പുതിയ അസറ്റ് ഏതെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്ന അസറ്റിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ഡെപ്രിസിയേഷൻ, അതായത് അസറ്റ് കൂടുന്നതെല്ലാം ഡെബിറ്റ് സൈഡിലും അസറ്റ് കുറയുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലും, നമ്മൾ സാധാരണ അസറ്റ് അക്കൗണ്ട് പോലെ തന്നെ. എന്നിട്ട് ബാലൻസ് വരുന്ന വാല്യൂ എത്രയാണോ അതാണ് അതിൻ്റെ ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. അടുത്ത 9th വൺ എന്ന് പറയുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്ക് റിസർവ് നിങ്ങൾക്കറിയാലോ, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മേലും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മേലുമുള്ള ലോഡിങ്ങിനെയാണ് നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ അക്കൗണ്ടിന് ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അതിൻ്റെ ഓപ്പണിംഗ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മേലുള്ള ലോഡിങ് എത്രയാണോ അതാണ് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. എന്നിട്ട് ഈ എമൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ എൻട്രി താഴെ കൊടുത്തിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിലും കാണിക്കും. അപ്പോൾ ഇത്രയും അക്കൗണ്ട്സാണ് നമുക്ക് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിൻ്റെ അകത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. 9 അക്കൗണ്ട് ഉണ്ട്, വായിച്ച് നോക്കണം. തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും വേണം ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്തത് കിടക്കുന്ന കുറേ ജേണൽ എൻട്രീസ് ആണ്. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ജേണൽ എൻട്രീസ്. ഈ ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കാനായിട്ടില്ല. ഇപ്പോൾ ഒരു 9 അക്കൗണ്ട് നമ്മളിവിടെ പറഞ്ഞില്ലേ, ഈ 9 അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അതാണ് ഇവിടെ ജേണൽ എൻട്രി ആയിട്ട് കാണിച്ചേക്കുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ഗുഡ്സ് എൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്, ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൽ ഓരോന്നിൻ്റെയും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ് ആണ് ഇവിടെ ജേണൽ എൻട്രി ആയിട്ട് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല, ജേണൽ എൻട്രിക്കകത്തു നിന്നല്ലേ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമേ നിങ്ങളുടെ അടുത്ത് അക്കൗണ്ട് പറഞ്ഞു, അതിൻ്റെ അകത്ത് ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അത് ജേണൽ എൻട്രി ആയിട്ട് കാണിച്ചിരിക്കുന്ന മാത്രമാണ് പേജ് നമ്പർ 2.25-ലും 2.26-ലും കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ തന്നെ വായിച്ച് നോക്കണം. കാരണം അതിന് സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല. ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞില്ല, അത് തന്നെ എവിടെയും കാണിച്ചിട്ടുള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പേജ് നമ്പർ 2.26-ൻ്റെ ലാസ്റ്റായിട്ട് കിടപ്പുണ്ട്. അവിടെ ഇറ്റാലിക്സിൽ കിടക്കുന്ന ഒരു കോട്ടുണ്ട്, ഗുഡ്സ് എൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. ഈ ഗുഡ്സ് എൻഡ് ടു ബ്രാഞ്ച് നമ്മൾ സാധാരണ ക്ലോസ് ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ട്രേഡിംഗ് കൺസേൺസ്, വ്യാപാരം നടത്തുന്ന ബിസിനസ്സുകളെ സംബന്ധിച്ച് അവരത് പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ മാനുഫാക്ചറിങ് കൺസേൺസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ അവരത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗുഡ്സ് എൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രേഡിംഗ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിലേക്കും, മാനുഫാക്ചറിങ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കുന്നു. പിന്നെ അടുത്തത് ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക്. ഷോർട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവാണ്, സ്റ്റോക്കിനകത്ത് കുറവ് വരുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ കേടായി പോകുന്നതാണ്, ലീക്കായി പോകുന്നത്, അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത് അധികം വിറ്റുപോവുക ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉൾപ്പെടെ എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞ് വീണ്ടും ഡിഫറൻസ് അവിടെ വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഷോർട്ടേജ് ആയിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ സ്പോയിലേജ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡിനേക്കാൾ കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ അവിടെ ഷോർട്ടേജ് ഉണ്ട് എന്ന് കരുതപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോർട്ടേജിൻ്റെ മേലും ലോഡിങ് വരുന്നുണ്ട്.
ലോഡിങ് കണ്ടുപിടിച്ചിട്ട് അത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കണം. അതിൻ്റെ ലോഡിങ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കും കോസ്റ്റ് എത്രയാണോ അത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും വേണം കാണിക്കാനായിട്ട്. അതിൻ്റെ ജേണൽ എൻട്രി അവിടെ കാണിച്ചിട്ടുണ്ട്. ലോഡിങ്ങിൻ്റെയും കോസ്റ്റിൻ്റെയും സെപ്പറേറ്റ് ജേണൽ എൻട്രി കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പിൽഫറേജ് ആൻഡ് തെഫ്റ്റ്. പിൽഫറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷണം ആണ്. തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മോഷണം തന്നെയാണ്. ഒരേ മീനിങ് വരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ റീറ്റെയിൽ വ്യാപാര രംഗത്ത് ഈ പിൽഫറേജ്, ഷോപ്പ് ലിഫ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സാധാരണയായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടം ഒരു നോർമൽ ബിസിനസ് ലോസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എങ്കിലും നമുക്ക് എത്രയാണോ നഷ്ടം ഉണ്ടായത് അതിൻ്റെ മേലുള്ള ലോഡിങ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കും കോസ്റ്റ് എത്രയാണോ അത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും. നമ്മൾ തൊട്ട് മുമ്പ് ഷോർട്ടേജ് സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞില്ല, അതേപോലെ തന്നെ അവിടെ ലോഡിങ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലും കോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ആയിരുന്നു. അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ അടുത്തത് സർപ്ലസ് ഇൻ സ്റ്റോക്ക്, അതായത് സ്റ്റോക്ക് അധികമായിട്ട് വരുന്നത്. നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഡെബിറ്റ് സൈഡ് കുറഞ്ഞിരിക്കുക. അതായത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഉൾപ്പെടെ എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടും ഡെബിറ്റ് സൈഡ് കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മളവിടെ സ്റ്റോക്കിൽ സർപ്ലസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സർപ്ലസും അതിൻ്റെ ലോഡിങ്ങും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലോഡിങ് ഉണ്ടെങ്കിൽ അത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കും ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കും അതിൻ്റെ കോസ്റ്റ് എത്രയാണോ അത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. മറ്റേ രണ്ടും നമ്മൾ പറഞ്ഞില്ല, ഷോർട്ടേജും പിൽഫറേജും അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഷോർട്ടേജിൻ്റെ കാര്യത്തിലും പിൽഫറേജിൻ്റെ കാര്യത്തിലും ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, സ്റ്റോക്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്, ബ്രാഞ്ച് സ്റ്റോക്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്തത്. ഈ ഷോർട്ടേജ് പിൽഫറേജ് എന്നെല്ലാം വേണ്ടുണ്ടായ സ്റ്റോക്ക് അവിടെ കുറയുകയല്ലേ ചെയ്യുന്നത്. സർപ്ലസ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വേണം എൻട്രി കാണിക്കാനായിട്ട്. ഇതിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലോസ് ബൈ ഫയർ, ആക്സിഡൻറ്റ് എക്സെട്ര. ലോസ് ബൈ ഫയർ ആൻഡ് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ തീപിടുത്തം മൂലമോ ആക്സിഡൻറ്റ് മൂലമോ നമുക്കുണ്ടാകുന്ന നഷ്ടമാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് ലോഡിങ് ഉണ്ടെങ്കിൽ അത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കും കോസ്റ്റ് എത്രയാണോ അത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. ഇതൊരു അബ്നോർമൽ ലോസാണ്. ഇതിവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് അല്ല ലോസ് അറിയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ തിയറി പോർഷൻസ് എല്ലാം നന്നായിട്ട് വായിച്ച് നോക്കണം. ജേണൽ എൻട്രി എല്ലാം പഠിക്കേണ്ടതാണ്. അതിൻ്റെ ബേസിസിൽ നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം മനസ്സിരുത്തി ഒന്ന് വായിച്ച് നോക്കണം അത് ഫുൾ.